ഹലോ ഗായ്സ്, മിക്സ് വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും പ്ലാൻ ഉണ്ടോ, ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഒരു രക്ഷയില്ലല്ലേ. നമ്മൾ കാട്ടാക്കടയിൽ, നമ്മളെ സ്വന്തം ട്രിവാൻഡ്രത്തെ കാട്ടാക്കടയിൽ വിളപ്പിൽശാല പഞ്ചായത്തിൽ ചെറിയൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ശാസ്താംപാറ. ഇവിടെ ഒന്ന് വരേണ്ട തന്നെയാണ് കേട്ടോ. സീരിയസ്ലി നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഒന്ന് വന്ന് കണ്ടേ പറ്റും. ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയവർക്ക് 25 രൂപയാണ് ടിക്കറ്റ്, ചെറിയ കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. പക്ഷേ ഇവിടെ ഒരു കുറേ പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു ചെറിയ തമ്പുരാൻ ക്ഷേത്രമുണ്ട്. അത് അവിടെ പൂജകൾ കാര്യങ്ങൾ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് വൈകുന്നേരം നമ്മളൊരു 4 മണി 5 മണി ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി തണുത്ത കാറ്റും, അതുപോലെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരുപാട് ആളുകൾ പറയുന്നത് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ ഈ പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട്. ഈ പോകുന്ന വഴിയിലെല്ലാം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ വഴികളെല്ലാം വൃത്തിയുണ്ട്, മനസ്സിലായോ? വഴികളൊക്കെ നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, 10,000 രൂപ പിഴയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരുന്ന വല്ല സ്നാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ കവറുകളും കാര്യങ്ങളും നമ്മളവിടെ വേസ്റ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇടുക. ഓക്കെ, ഈ സ്റ്റെപ്പാണ് കണ്ടോ, പാറയിൽ കൂടെ തന്നെയാണ് ഇവിടുത്തെ സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല വൃത്തിയുണ്ട്. പിന്നെ അതുപോലെ വഴുക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും ഇവിടെ വഴുക്കലില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കണ്ടോ ഇരിക്കാനായിട്ട് ചെറിയൊരു സ്ഥലം. അപ്പം നമ്മൾ മുന്നിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. നമ്മളിനി മണ്ടയിലോട്ട് പോകണം. മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി പൊക്കത്തിലാണ് ഇരിക്കുന്നത്, മനസ്സിലായോ? അതായത് സമുദ്രത്തിൽ നിന്ന് 1800 അടി ഉയരത്തിലാണ് നമ്മളെ ഈ ഒരു പാറ, ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇതിവിടെ ചെറിയൊരു കോഫി ക്ലബ്ബാണ് കേട്ടോ, ചെറിയൊരു ഇതാണ്. പക്ഷേ വർക്കിംഗ് അല്ല. നമ്മൾ ചെന്നപ്പോൾ ഒരു പൂച്ച സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെ നമ്മൾ ടാറ്റ കാണിച്ച് നമ്മളിങ്ങനെ മുകളിലോട്ട് പോയി. വീണ്ടും ഇങ്ങോട്ട് കയറുകയാണ്. കണ്ടോ, ഇതാണ് പാറ. ഇതിങ്ങനെ ഒരു വലിയ പാറയാണ്. ഇതിൻ്റെ മണ്ടയിൽ വേറൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീഡിയോ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കയറി വരുമ്പോഴത്തേനും അടുത്ത് ഇവിടെ നിന്നൊരു വേറൊരു വഴിയാട്ടോ. അത് ഈ ഒരു പാറയിലോട്ട് കയറാനാണ്. അതുപോലെ നമ്മൾ ഈ വരുന്ന മെയിനായിട്ട് ഈ ഒരു വലിയ പാറയാണ്. പിന്നെ അതുപോലെ ഫാമിലിയായിട്ടും പിള്ളേർ സെറ്റൊക്കെ ആയിട്ടൊക്കെ വരുന്നവർക്ക് അവർക്ക് സമയം പോകാനായിട്ട് ഇതിലൊരു പാർക്കുണ്ട്. പിള്ളേർക്കൊക്കെ ഇവിടെ കളിക്കാൻ പറ്റിയൊരു പാർക്കുണ്ട്. അതൊരു അടിപൊളി കാര്യം ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഹിൽ സ്റ്റേഷൻ കാര്യങ്ങളിലൊന്നും എന്താ പറയുക, നമ്മളങ്ങനെ നമ്മൾ കാണുന്നൊരു സംഭവമല്ല പാർക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും മണ്ടയിലെ ടോപ്പ് വ്യൂ. അതുണ്ടോ, ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ദൂരത്തുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, അതുപോലെ ഒരുപാട് ടവറുകൾ, ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റാണ്. നമുക്ക് ഒരു മടുപ്പും തോന്നത്തില്ല. ഇവിടെ വന്ന് നമ്മളൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നമുക്ക് നല്ല കൂളാവാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, പാർക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ദൂരത്താണ് കണ്ടോ, കെട്ടിടങ്ങൾ അങ്ങ് ദൂരത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള ഇതൊക്കെ കാണിച്ചു തരാം. ഈ പാറയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇവിടെ നമ്മൾ ഈ പാറയിൽ ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത ആർക്കെങ്കിലും തോന്നിയോ? എവിടെ തോന്നാനല്ലേ? സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ലാസ്റ്റ് കണ്ടോ, വേറൊരു ഫാമിലി വരുന്നുണ്ട്. ഒത്തിരി പേര്, ഞാനിവിടെ വരുന്ന സമയത്ത് ഒത്തിരി പേര് വന്നിട്ട് പോയി. കാരണം ഇവിടെ നമുക്ക് വെള്ളമോ ചെറിയ സ്നാക്സോ മേടിക്കാനായിട്ട് നമ്മൾ വേറെ ഒരിടവും കഷ്ടപ്പെട്ട് പോകണ്ട. നമ്മുടെ ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ 2-3 കടയുണ്ട്, ചായക്കടയുണ്ട്. അതുപോലെ നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടും. എന്താ പറയുക, പൊറോട്ടയോ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ഹോട്ടൽ വരെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ചെറിയൊരു കോഫി ക്ലബ്ബ്, ഇവിടുത്തെ ചെറിയൊരു ഇത് കണ്ടോ. ഇതിൻ്റെ മണ്ടയിൽ വന്നു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങി നിൽക്കുവാനായിട്ട് ഒരു ചെറിയൊരു കണ്ടോ ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, എന്തോത്ര ആളുകളാണ് വരുന്നതെന്നറിയോ വൈകുന്നേര സമയങ്ങളിൽ. ഈ പിള്ളേരെയൊക്കെ കൊണ്ട് താഴോട്ട് പോകുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ തമ്പുരാൻ ക്ഷേത്രം. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഈ ഒരു തമ്പുരാൻ ക്ഷേത്രം. ഇവിടെ വിളക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കണ്ടോ, നമ്മളെ താഴോട്ട് കണ്ടോ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സൺസെറ്റ്, അതായത് നമ്മളെ സൂര്യൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളി വ്യൂ ആണെന്നാണ് ഇവിടെ പൊതുവെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയം തൊട്ടേ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാനിന്ന് പോകത്തുള്ളൂ ഇവിടെ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ. കണ്ടോ, ഇതാണ് പാർക്ക്. കണ്ടോ, അത് ഈ മരങ്ങൾക്കിടയിൽ
നല്ല അടിപൊളി ഭംഗിയേറിയ മരങ്ങൾക്കിടയിലൂടെയാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒത്തിരി കണ്ടോ, പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഊഞ്ഞാൽ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല വൃത്തിയുണ്ട്, മനസ്സിലായോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൃത്തിയെക്കുറിച്ചുള്ളത്. നമ്മൾ നടന്നു പോകുന്ന പരിസരത്തോ അതുമല്ലെങ്കിൽ പിള്ളേർ സെറ്റൊക്കെ കളിക്കുന്ന ആ ഒരു സ്ഥലത്തെല്ലാം നല്ല വൃത്തിയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഉൾപ്രദേശമാണ്, വനം പോലെയാണ്. കാരണം ഇഴജന്തുക്കൾ കാര്യങ്ങളുണ്ടാവാം, പക്ഷെ അതിനെല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ഇവിടെ കെയർ ചെയ്താണ് പോകുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡുകളിലും കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മതിൽ പോലെ കമ്പിയിൽ ഇങ്ങനെ അവർ കെട്ടിയിട്ടുണ്ട്. കാരണം അതൊരു പ്രത്യേകതയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിരിക്കാം കേട്ടോ. നല്ല എന്താ പറയുക, കൂളിങ്, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ശരിക്കും വന്ന് നമുക്ക് ഈ വെയിലുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഇരിക്കാം, വലിയ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് കണ്ടോ, ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി പേര്. ഞാൻ എന്തായാലും ആ സൺസെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കണം, സൺസെറ്റ് അത് കിട്ടുമോ എന്താ വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട്. കണ്ടോ, ഒത്തിരി പേര് വരുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ മണ്ടയിലോട്ട് കണ്ടോ, ഇത് വേറെ സൈഡാണേ, ഇത് വേറെ സൈഡിൽ തന്നെ കണ്ടോ. ഒരാൾ വന്നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ 2 പിള്ളേർ സെറ്റ് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ ഇനി ഒരാൾ താഴെ നിന്ന് കയറി വരുന്നുണ്ട്, കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പിള്ളേർ കയറിയത് പോലെയല്ല തിരിച്ചിറങ്ങാനായിട്ട്. അത് ആ പിള്ളേരും പറഞ്ഞു, കയറി നല്ല കൂളായിട്ട് കയറിപ്പോയി, പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കി ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ഇങ്ങ് താഴെ വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നിങ്ങളൊക്കെ ഇവിടെ വരിക, ഈ വീഡിയോ കാണുന്നവർക്ക് ഇവിടെയും വരിക. കാട്ടാക്കടയിൽ വെളുപ്പിൽശാല പഞ്ചായത്തിനകത്ത് ശാസ്താംപാറ, നമുക്ക് വെളുപ്പിൽശാല വഴിയും വരാം, നമുക്ക് കാട്ടാക്കട കിള്ളി വഴിയും നമുക്കിവിടെ വരാം. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈക്ക് ചെയ്യുക, നമ്മളതുപോലെ നമ്മളെ കൂട്ടാക്കുക, നമ്മളെ വീഡിയോയ്ക്കിനെല്ലാം സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ആ ഒരു സൺസെറ്റിൻ്റെ ഒരു സൂര്യൻ്റെ അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. കണ്ടോ, നമുക്ക് നല്ല വ്യൂ ആണ്, നമുക്കിവിടെ നല്ല വ്യൂ ആണ്. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെയും ബൈ ബൈ.